നിയമസഭാ തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്കായി പോലീസിനുള്ള ഫണ്ട് വെട്ടിക്കുറച്ച് സംസ്ഥാന സർക്കാർ 85,61,00,000 രൂപയാണ് പോലീസ് മേധാവി ആവശ്യപ്പെട്ടത്. എന്നാൽ നൽകിയത് ഇതിൻ്റെ പകുതിയോളം രൂപ മാത്രമാണ്. വിവരങ്ങളുമായി രാജീവ് ഒപ്പം ചേരുന്നു. രാജീവ്, അല്ലെങ്കിൽ തന്നെ നമ്മുടെ ആഭ്യന്തര സംവിധാനം എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്തൊക്കെയാണ് കേരളത്തിൽ സംഭവിക്കുന്നത് എന്നെല്ലാവർക്കും അറിയാം. നിയമപാലനം സുഗമമായി നടപ്പിലാക്കാൻ പോലും പണം കൊടുക്കുന്നില്ലെന്നോ? കൃഷ്ണരാജ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം സംസ്ഥാന പോലീസ് മേധാവി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് പോലീസിന് ആവശ്യമായ ഫണ്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ധനവകുപ്പിന് കത്ത് നൽകിയത്. ആഭ്യന്തര വകുപ്പിനും സംസ്ഥാന പോലീസ് മേധാവി കത്ത് നൽകിയിരുന്നു. പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത് 85 കോടി രൂപ അടിയന്തരമായി അനുവദിക്കണമെന്ന ആവശ്യമായിരുന്നു. 85,61,00,000 രൂപ അനുവദിക്കണമെന്ന ആവശ്യമായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി മുന്നോട്ട് വെച്ചിരുന്നത്. എന്തിനൊക്കെയാണ് ഈ തുക വിനിയോഗിക്കേണ്ടി വരുന്നത് എന്ന കാര്യം കൂടി സംസ്ഥാന പോലീസ് മേധാവി കത്തിൽ പ്രതിപാദിച്ചിരുന്നു. അതിൽ പ്രധാനമായും VIP ഡ്യൂട്ടികളുണ്ട്. കാരണം പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. അവർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം, അതിന് പണം വേണം. മാത്രമല്ല സുരക്ഷാ ഉപകരണങ്ങൾ കൂടുതലായി വാങ്ങേണ്ടി വരും, അതിന് പണം വേണം. പോളിംഗ് ബൂത്തുകളിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം. മാത്രമല്ല സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിക്കണം. കൂടുതൽ വീഡിയോ ക്യാമറകൾ വാടകയ്ക്കെടുക്കണം. പ്രശ്നബാധിത ബൂത്തുകളിൽ ഉൾപ്പെടെ CCTV ക്യാമറകൾ സ്ഥാപിക്കേണ്ടതായുണ്ട്. ഇതിനൊപ്പം തന്നെ കൂടുതൽ വീഡിയോ ക്യാമറകൾ വാടകയ്ക്കെടുത്തുള്ള പരിശോധനകൾ വേണം. കൂടുതൽ വാഹനങ്ങൾ വേണം. പോലീസിന് ഇപ്പോൾ തന്നെ മതിയായ വാഹനങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ ഇല്ല. ഇക്കാര്യം നേരത്തെ തന്നെ സംസ്ഥാന പോലീസ് മേധാവി പലതവണ ചൂണ്ടിക്കാണിച്ചതാണ്. പോലീസിന് അടിയന്തര ഘട്ടത്തിൽ ഉപയോഗിക്കാനുള്ള വാഹനങ്ങൾ പോലും ഇപ്പോൾ ഇല്ല എന്ന കാര്യമായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ വാഹനങ്ങൾ തെരഞ്ഞെടുപ്പായതിനാൽ വാടകയ്ക്കെടുക്കണം എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരുന്നു സംസ്ഥാന പോലീസ് മേധാവി മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിൻ്റെയൊക്കെ ആവശ്യത്തിനായാണ് 85,61,00,000 രൂപ വേണമെന്ന ആവശ്യം സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിനെ അറിയിച്ചിരുന്നത്. എന്നാൽ ധനവകുപ്പ് ഈ ആവശ്യം തള്ളുകയായിരുന്നു. ഈ തുക വെട്ടിക്കുറയ്ക്കുകയാണ് ധനവകുപ്പ് ചെയ്തത്. ഏകദേശം 42 കോടി രൂപ മാത്രമാണ് നിലവിലിപ്പോൾ സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. അതായത് സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടതിൻ്റെ പകുതി തുകയ്ക്കടുത്ത് മാത്രമാണ് നിലവിലിപ്പോൾ ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത്. ഇത് പോലീസിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഈ രീതിയിലായിരുന്നു കാര്യങ്ങൾ. സംസ്ഥാന പോലീസ് മേധാവി ആവശ്യപ്പെട്ടത്ര പണം കൈമാറാൻ ധനവകുപ്പ് തയ്യാറായില്ല. ഇതിനെ തുടർന്ന് ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിച്ചെങ്കിലും അവർക്ക് പണം നൽകാൻ കഴിഞ്ഞില്ല. മാസങ്ങളോളം അവർ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കാര്യം ജനം TV ആ ഘട്ടത്തിൽ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല വീഡിയോ ക്യാമറകൾ ഉൾപ്പെടെ വാടകയ്ക്കെടുത്തതിൻ്റെ പണം നൽകിയില്ല, വാഹനങ്ങൾ വാടകയ്ക്ക് നൽകിയതിൻ്റെ പണം നൽകിയില്ല. ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഈ വാടകയ്ക്ക് ക്യാമറകളും അതുപോലെ തന്നെ വാഹനങ്ങളുമൊക്കെ നൽകിയവർ നേരിടേണ്ടി വന്നത്. പലതവണ ഇവർ ആവശ്യപ്പെട്ടെങ്കിലും ഈ പണം നൽകാൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല. വലിയ പ്രതിസന്ധിയിലേക്ക് പോലീസും നീങ്ങിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ സംസ്ഥാന പോലീസ് മേധാവി ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട്, അതായത് കണക്കുകൾ കൃത്യമായി നൽകി ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയതെങ്കിൽ ധനവകുപ്പ് അതിനെ എതിർത്തിരിക്കുന്നു. ധനവകുപ്പ് ഇപ്പോൾ പകുതി തുകയ്ക്കടുത്ത് മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് ഇത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും പോലീസ് ഉദ്യോഗസ്ഥർക്ക് TADA ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകണം. സ്പെഷ്യൽ പോലീസ് ഓഫീസർമാർക്ക് ഓരോ ദിവസവും പണം നൽകണം. ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നിലനിൽക്കെയാണ് നിലവിലിപ്പോൾ ധനവകുപ്പ് പോലീസിന്റെ ആവശ്യം തള്ളിയിരിക്കുന്നത്. കൃഷ്ണരാജ്, നമ്മുടെ നിയമപാലന സംവിധാനത്തിൻ്റെ പ്രശ്നങ്ങൾ, അവർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഷഫ്ലിംഗ് വരും. സ്വാഭാവികമായും അതിന് തന്നെ ഏറെ ചെലവുണ്ട്. പല പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പ്രക്രിയ എന്നത് കൃത്യമായി നടപ്പിലാക്കണമെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാകേണ്ടത് പോലീസാണ്. അവർ ആവശ്യപ്പെടുന്നത് കൊടുക്കുന്നില്ല, അതിൻ്റെ പാതിയോളം കൊടുത്ത് അവസാനിപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? അവർ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? കൃഷ്ണരാജ്, നിലവിൽ തന്നെ പോലീസ് വലിയ പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണ് പോലീസ് സേനയിൽ. പോലീസ് ആവശ്യപ്പെടുന്ന പണം നേരത്തെ മുതൽ തന്നെ നൽകുന്നില്ല. മാത്രമല്ല ഈ സ്വകാര്യ പമ്പുകളിൽ നിന്നൊക്കെയാണ് പോലീസ് വാഹനങ്ങൾ ഇന്ധനം നിറയ്ക്കുന്നത്. പണം നൽകാതെ ഇന്ധനം നൽകില്ലെന്ന സ്വകാര്യ പമ്പുടമകൾ അറിയിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരുന്നു. പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥർ സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനടുത്താണ് തമിഴ്നാട്ടിലേക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ പോലീസ് ഉദ്യോഗസ്ഥർ വാഹനത്തിൽ ഇന്ധനം
തീർന്ന് തമിഴ്നാട്ടിൽ കുടുങ്ങുന്ന അവസ്ഥയുണ്ടായത്. ആ ഒരു അവസ്ഥയിലേക്ക് ഇപ്പോഴും കാര്യങ്ങൾ പോവുകയാണ്. മാത്രമല്ല ഈ ഓരോ ദിവസവും പണം നൽകേണ്ട സാഹചര്യം ഇപ്പോൾ പോലീസ് സേനയിലുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ടി എ ആയാലും ഡി എ ആയാലും അത് അതാത് ദിവസങ്ങളിൽ തന്നെ നൽകേണ്ട സാഹചര്യമുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിക്കുന്നത്. 2000-ഓളം സ്പെഷ്യൽ പോലീസ് ഓഫീസർമാരെ നിയമിച്ചെങ്കിൽ മാത്രമേ ഈ നിയമസഭാ ഇലക്ഷനിലെ സുരക്ഷാ ഡ്യൂട്ടികൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. ഇതിനൊപ്പമാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ കേരളത്തിലേക്ക് എത്തുന്നത്. കൂടുതൽ കേന്ദ്ര നേതാക്കൾ സംസ്ഥാനത്തേക്ക് എത്തുന്നു. അവർക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം. ഇതെല്ലാം പോലീസിൻ്റെ കടമയാണ്. ഇതിനാവശ്യമായ പണം നേരത്തെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകാറുണ്ട്. അതനുസരിച്ചുള്ള കത്തുകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഓരോ സംസ്ഥാനങ്ങളും നൽകുകയും ആ ഫണ്ട് കൈമാറുകയും ചെയ്യുകയാണ് ആ പതിവ്. ഇവിടെ പക്ഷേ ഏതായാലും സംസ്ഥാന പോലീസ് മേധാവി ഈ സുരക്ഷയ്ക്കായുള്ള തുക ആവശ്യപ്പെട്ടിട്ട് പോലും അത് നൽകുന്നില്ല. ഇതിൽ പോലീസിൽ വലിയ അമർഷം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴാണ് ഇതിൽ പ്രതിസന്ധി കൂടുതൽ പോലീസ് അനുഭവിക്കേണ്ടി വരുന്നത്. ഈ പണം നൽകാത്തതിനാൽ ക്യാമറകളും അതുപോലെ തന്നെ വാഹനങ്ങളുമൊക്കെ വാടകയ്ക്ക് നൽകിയവർ നിരന്തരമായി പോലീസ് ആസ്ഥാനത്ത് കയറിയിറങ്ങുന്ന സാഹചര്യമുണ്ടാകും. പോലീസ് സ്റ്റേഷനുകളിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടാകും. അപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥർ കൂടുതലായി പ്രതിസന്ധിയിലാകുന്നത്. ഇക്കാര്യം പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ പലപ്പോഴും നമ്മളോട് രഹസ്യമായി സമ്മതിക്കാറുമുണ്ട്. ഈ ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. പോലീസിൽ വലിയ അമർഷം നിലനിൽക്കുന്നു. കാര്യം ധനവകുപ്പ് ഇത് ആദ്യമായല്ല പോലീസ് ആവശ്യപ്പെടുന്ന പണം നൽകാതിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ചാണെങ്കിൽ കൃത്യമായി കണക്കുകൾ ഈ പോലീസ് മേധാവി നൽകിയ കത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. എന്തിനൊക്കെയാണ് പണം വേണ്ടത് എന്ന കാര്യം കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഇപ്പോൾ ധനവകുപ്പിൻ്റെ ഒരു വെട്ട് നടക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം ഒരു വശത്ത് ധൂർത്ത് യഥേഷ്ടം ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ടൂറിസം മന്ത്രിയുടെയും ഒക്കെ മുഖം നിൽക്കുന്നതിന് വേണ്ടി കോടികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊന്നും ഒരു കുറവും ഇപ്പോഴും വരുത്തുന്നില്ല. അടുത്തിടെയാണ് നമ്മൾ ടൂറിസം വകുപ്പ് റിപ്പോർട്ടർ ചാനലിൽ മാത്രം 50 ലക്ഷം രൂപ നൽകിയതിൻ്റെ കണക്കുകൾ പുറത്തുവിട്ടത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ട് മുൻപ് റിപ്പോർട്ടർ TV ആവശ്യപ്പെട്ട പണം കൃത്യമായി തന്നെ കൈമാറുന്നു. അതായത് സർക്കാരിൻ്റെ മുഖം വെളുപ്പിക്കാനുള്ള എല്ലാ നീക്കങ്ങൾക്കും പണം അനുവദിക്കുന്നതിന് ഒരു തടസ്സവും ധനവകുപ്പിനില്ല. അതേസമയം തന്നെ അവശ്യ സർവീസുകൾക്ക് പണം നൽകുന്നില്ല. കാരുണ്യ പോലുള്ള പദ്ധതികൾക്ക് പണം നൽകുന്നില്ല. ക്ഷേമ പെൻഷനുകൾ നൽകാൻ പണമില്ല. KSRTC പെൻഷൻ പോലും നൽകാൻ പണമില്ലാത്തൊരവസ്ഥയിലൂടെ ധനവകുപ്പ് കടന്നു പോകുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് പോലീസിന് സമാനമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നത്. കൃഷ്ണരാജ്. യെസ്.